നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അതിജീവിത വിചാരണ കോടതിക്ക് കത്ത് നൽകി. നീതിപൂർവമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറും പിടിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അതിജീവിത കത്തിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് ഹൈക്കോടതി നിർദ്ദേശം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. അന്വേഷണ ചുമതലയുള്ള വിചാരണ കോടതി ജഡ്ജ് ഹണി വർഗീസിനാണ് അതിജീവിത കത്ത് നൽകിയത്. നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന് കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നീതിപൂർവമായ അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ 1 മാസത്തിനകം റിപ്പോർട്ട് കൈമാറാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണത്തിന് ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി പറഞ്ഞിരുന്നു. ഈ മാസം 7-നായിരുന്നു അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. പക്ഷേ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. മെമ്മറി കാർഡ് ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് അന്വേഷണത്തിലെ പ്രധാന കടമ്പ. 2 തവണ മൊബൈൽ ഫോണിലാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ചത്. 1 വട്ടം കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോടതി നടപടിയുടെ ഭാഗമല്ലാതെയാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. പീഡന ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടോ എന്നതാണ് അതിജീവിതയുടെ പ്രധാന ആശങ്ക. അതുകൊണ്ട് തന്നെ നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് അതിജീവിതയുടെ തീരുമാനം. റിപ്പോർട്ടർ ആർ ഋഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.